നമുക്കെല്ലാം അറിയുന്ന ഒരു പ്രവാചക വചനം. ഒരു യാത്ര ചെയ്ത് ക്ഷീണിച്ചവശനായി മുഷിഞ്ഞ ഒരു മനുഷ്യനെ പ്രവാചക തിരുമേനി പരിചയപ്പെടുത്തുന്നുണ്ട്. യാത്രയുടെ ദുരിതം കൊണ്ട് ആകെ വിഷമിച്ച് മുടിയൊക്കെ ജടകൊത്തി വസ്ത്രമൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ്. ആ മനുഷ്യൻ 2 കൈകളും ഉയർത്തി കണ്ണും ചുണ്ടുമൊക്കെ മേലോട്ടുയർത്തി പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്. റസൂൽ പറയുന്നത് ഫഅന്നാ യുസ്തജാബു ലഹു, എവിടെ നിന്നാണ് അല്ലെങ്കിൽ ആരിൽ നിന്നാണ് അയാൾക്ക് ഉത്തരം ലഭിക്കുക? ആരാണ് അയാൾക്ക് ഉത്തരം നൽകുക? എവിടെ നിന്ന് ഉത്തരം കിട്ടും? കാരണം പറയുന്നുണ്ട്. മത്അമുഹു ഹറാം മൽബസുഹു ഹറാം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അയാൾ കഴിക്കുന്ന ആഹാരം നിഷിദ്ധമാണ്, അയാളുടെ വസ്ത്രം നിഷിദ്ധമാണ്, വെള്ളം നിഷിദ്ധമാണ്, അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുന്നതേ നിഷിദ്ധത്തിലാണ്. ഈ പറഞ്ഞ പ്രവാചക അധ്യാപനങ്ങളിൽ എൻ്റെ ഈ വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളും ഉണ്ടെന്നുള്ളതാണ്. അതിൻ്റെ മർമ്മം നമ്മൾ കഴിക്കുന്നതും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതും നമ്മുടെ മക്കൾക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ നമ്മൾ നൽകുന്നതുമായ എന്തെല്ലാമുണ്ടോ അതിൽ മറ്റൊരാൾക്കും അവകാശപ്പെട്ടതായി യാതൊന്നും ഉണ്ടാവാതിരിക്കുക എന്നുള്ളത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനെ നമുക്കൊരിക്കലും നിസ്സാരമായി കാണാൻ സാധിക്കുകയുമില്ല. അതെന്താണെങ്കിലും അവിടെ രക്ഷപ്പെടാൻ കഴിയുമ്പോഴാണ് നമ്മൾ രക്ഷപ്പെടുക. വിശുദ്ധ ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനു ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, വിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ പരസ്പരം അന്യോന്യം അഹിതമായ മാർഗത്തിലൂടെ ഉപയോഗപ്പെടുത്തരുത്. അഹിതമായ മാർഗത്തിലൂടെ ഉപയോഗപ്പെടുത്തരുത് എന്നാൽ സമ്പത്ത് ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതൊന്നുമല്ല. ഇല്ല അൻ തക്കൂന തിജാറത്തൻ അൻ തറാദിൻ മിൻകും. സമ്പത്ത് പരസ്പരം വിനിയോഗിക്കേണ്ടതാണ്, അത് വിനിമയം നടത്തേണ്ടതാണ്. അതിനുപയോഗിക്കേണ്ട മാർഗം പടച്ച റബ്ബ് അനുവദിച്ചതും അതോടൊപ്പം തന്നെ പരസ്പരം തൃപ്തിയുള്ളതുമായിരിക്കുന്ന വ്യവഹാരങ്ങളിലൂടെയാണ് അത് കൈമാറേണ്ടത്. ഒരിക്കലും അവരൻ്റെത് അവനവൻ്റേതാവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് പ്രധാനമായും അവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ അല്ലാഹു പറയുന്നത് അങ്ങനെ ചെയ്യുന്ന ആളുകൾ അവരേറ്റവും വലിയ അക്രമവും അതുപോലെ തന്നെ ശത്രുതയും ഒക്കെയാണ് വെച്ചു പുറന്നത് ശാശ്വതമായി നരകത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന വിഷയമാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ കയ്യിൽ മറ്റൊരാളുടെ സമ്പത്തില്ലാതിരിക്കാൻ. ഇപ്പോൾ ഇവിടെ യാത്രക്കാരനെ പരിചയപ്പെടുത്തിയല്ലോ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് റസൂലുള്ളാഹി പറഞ്ഞത്, യാത്രക്കാരൻ. ഇനി ഇതിലേറെ ഇപ്പോൾ പരിശുദ്ധ റമദാനൊക്കെ വരുമ്പോൾ പലരും ധാരാളമായി പ്രാർത്ഥിച്ചിട്ട് ചിലപ്പോൾ ഒന്ന് പറയാറുണ്ട്, ഞാൻ ഒരുപാട് കാലമായി ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഉത്തരമില്ല, കിട്ടുന്നില്ല. 2 കാര്യം മനസ്സിലാക്കുക. ഒന്ന്, നാം ചോദിക്കുന്നത് ഒരു പ്രാർത്ഥന എന്ന നിലക്കൊരു ഇബാദത്തായി പരിഗണിച്ച് പ്രതിഫലം കിട്ടും, അതിന് നമ്മൾ അർഹരാണെങ്കിൽ. ആ ചോദിച്ച കാര്യം നമുക്ക് ഗുണകരമാണെങ്കിൽ നമുക്ക് ലഭിക്കും, ഇല്ലെങ്കിൽ ഒരു പക്ഷേ തടയപ്പെടുകയും ചെയ്യും. എന്നാൽ നമ്മുടെ പോക്കറ്റിൽ, നമ്മുടെ കയ്യിൽ, നമ്മുടെ അധീനതയിൽ, നമ്മുടെ ബാങ്കിൽ എന്തോ മറ്റൊരാൾക്ക് അവകാശപ്പെട്ട ഒരു നാണയത്തൊട്ടെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കുമോ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണമെന്ന് ആലോചിക്കുവാനുള്ള ജാഗ്രത ഉണ്ടാവണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതാണ് ഏറ്റവും പ്രധാനവും. ഖുർആൻ പറഞ്ഞ മറ്റൊരു ഭാഗം, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിലകും മുദ്ഖലൻ കരീമ. അള്ളാഹു വിലക്കിയിരിക്കുന്ന, പ്രവാചകർ വിലക്കിയിരിക്കുന്ന വൻ പാപങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് നിങ്ങൾ വെടിയുകയാണെങ്കിൽ അതിന് താഴെയുള്ളത് അള്ളാഹു നിങ്ങൾക്ക് വിട്ടുതരും. ഈ വിഷയം പറയുന്നത് സാമ്പത്തിക രംഗത്തെ ശുദ്ധീകരണവുമായി ബന്ധപ്പെടുത്തിയാണ്. എന്ന് പറഞ്ഞാൽ സാമ്പത്തിക രംഗത്തെ അവിശുദ്ധമായ അഹിതമായ മാർഗങ്ങൾ അത് വൻ പാപങ്ങളാണ് ഉൾപ്പെടുന്നത്, വൻ പാപങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളിങ്ങനെ എണ്ണിപ്പറയുന്ന സബൂൽ മൂബിക്കാത്തിൻ്റെ അപ്പുറത്ത്
അതിനും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, വൻ പാപങ്ങൾ എത്രയാണ്? അദ്ദേഹം പറയുന്നത് അത് 7ലും 70ലും നിൽക്കില്ല, അതിന് മുകളിലോട്ട് കയറിപ്പോകുന്ന. കൂടെ ഒന്നുകൂടി പറഞ്ഞു, സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ പാപങ്ങൾ അത് വൻ പാപങ്ങളായി മാറുമെന്നത് നമ്മൾ ആശങ്കപ്പെടണമെന്ന്. അപ്പോൾ സാമ്പത്തിക രംഗത്ത് ഇന്നത്തെ ഒരവസ്ഥ എന്താ? ചില സംഗതികളിലൊക്കെ ഒന്ന് കണ്ണടച്ചാൽ അറിഞ്ഞില്ല എന്ന ഭാവം നടിച്ചാൽ ലക്ഷങ്ങളും കോടികളുമൊക്കെ മാറി മറിഞ്ഞ് നമ്മുടെ പോക്കറ്റിലെത്തും. അങ്ങനത്തെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അതിന് പലപ്പോഴും ആരെങ്കിലുമൊക്കെ എന്തൊരു വിഷയം ഉന്നയിച്ചാൽ നമുക്ക് പറയാനുള്ള മറുപടി എന്താ? ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊക്കെ അല്ലാതെ എങ്ങനെ ജീവിക്കുക? ആരാണിപ്പോൾ അങ്ങനെയൊക്കെ അല്ലാതെ ഉള്ളത്? ഈ 2 ചോദ്യങ്ങളും ന്യായങ്ങളാണ്. പക്ഷേ ഈ ന്യായം പടച്ച റബ്ബിൻ്റെ കോടതിയിൽ പറയാൻ പറ്റുമോ? ജനങ്ങളെല്ലാവരും അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെയായി, ഈ മറുപടി അവിടെ പറയാൻ പറ്റുമോ? ഈ കാലം അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി, ഇതവിടെ പറയാൻ പറ്റുമോ? നമ്മൾ മുന്നോട്ട് വെക്കുന്ന, നമ്മൾ കാണുന്ന ന്യായങ്ങളാണ് സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ആളുകൾ മുഴുവനും ഏതു വഴിക്ക് സഞ്ചരിച്ചാലും നാം ശരിയായ വഴിക്ക് സഞ്ചരിക്കേണ്ടവരാണ് എന്നാണ് ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. ഈ ആയത്തിൻ്റെ പിറകെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഭാഗമാണ് ഞാൻ തുടക്കത്തിൽ ശ്രദ്ധപ്പെടുത്തിയത്. വലാ തതമന്നൗ മാ ഫദ്ദലല്ലാഹു ബിഹി ബഅലകും അലാ ബഅൽ. നിങ്ങളിൽ ചിലർക്ക് ചിലരെക്കാൾ അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഔദാര്യങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കരുത്. പിടിച്ചു വരക്കൽ പിന്നല്ലേ, തടഞ്ഞു വെക്കൽ പിന്നല്ലേ. മറ്റുള്ളവർക്ക് ലഭിച്ചിരിക്കുന്ന ഔദാര്യങ്ങൾ ആഗ്രഹിക്കരുത്. ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു വെച്ചത്. എന്താ പറഞ്ഞാരോ? ലിരിജാലി നസീബു മിമ്മ ഇക്തസബു വലിന്നിസാഇ നസീബു മിമ്മ ഇക്തസബന. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർ സമ്പാദിക്കുന്നതിൽ പോലും അവർക്ക് തന്നെയും ഒരു ഓഹരിയേ ഉള്ളൂ, മുഴുവനില്ല. അവർക്ക് തന്നെയും ഒരു ഓഹരിയേ ഉള്ളൂ. 50 ഏക്കറോ 500 ഏക്കറോ സ്ഥലത്ത് കൃഷി ചെയ്യുന്നൊരു കർഷകൻ, ആ കർഷകന് അതിൽ നിന്ന് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ എന്ത് കിട്ടും? തനിക്ക് ഉപയോഗപ്പെടുത്താൻ എന്ത് കിട്ടും? അയാളുടെ വയറ് നിറക്കാൻ ആവശ്യമായതൊരു പക്ഷെ കിട്ടിയേക്കും. ബാക്കി മുഴുവനും ആർക്കൊക്കെയോ അവകാശപ്പെട്ടതാണ്. നമുക്കൊരു പക്ഷേ പണം കിട്ടിയേക്കും, പക്ഷെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു ടെക്സ്റ്റൈൽസിനുടമ, അതിൽ നിന്ന് അയാൾക്ക് എന്ത് കിട്ടും? അയാളുടെ ശരീരം മറക്കാൻ ആവശ്യമായ 3-4 കഷ്ണം തുണി കിട്ടും. ബാക്കി ആർക്കൊക്കെയോ ഉള്ളതാണ്. 5 സീറ്റോ 7 സീറ്റോ അതിലേറെ സീറ്റൊക്കെ നല്ലൊരു വാഹനം. ആ വാഹനത്തിന് ഉടമക്ക് ലഭിക്കുന്ന എന്താ? അയാൾ യാത്ര ചെയ്യുമ്പോൾ ഇരിക്കുന്ന ഒരു സീറ്റ്, ഒരേ ഒരു സീറ്റ്, ബാക്കി ആൾക്കുള്ളതല്ല. 5000 സ്ക്വയർ ഫീറ്റോ 16 സ്ക്വയർ ഫീറ്റോ വീടുണ്ട്. ആ വീട്ടിൽ വീട്ടുകാരൻ എന്ത് കിട്ടും? അയാൾ കിടന്നുറങ്ങാൻ ഉപയോഗിക്കുന്ന ഒരു വിരിപ്പ്, ആ വിരിപ്പിടുന്ന സ്ഥലം അത്രയും കിട്ടൂ. അതാ പറഞ്ഞു വെച്ചത്. ലിരിജാലി നസീബും മിമ്മ ഇക്തസബു വലിന്നിസാഇ നസീബും മിമ്മ ഇക്തസബന. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർ സമ്പാദിക്കുന്നതിൽ പോലും ഒരോഹരിയെ കിട്ടൂ. പിന്നെ ബാക്കി അനന്തരാവകാശികൾ വിട്ടുകൊടുക്കാനുള്ളതാണ്. ആലോചിക്കുക. എങ്കിൽ മറ്റുള്ളവരുടെ സമ്പത്ത് നിങ്ങൾ ആഗ്രഹിക്കരുത്, അവർക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കരുത്. നിങ്ങൾ അല്ലാഹു പറഞ്ഞെന്താ? വസ്അലുല്ലാഹ മിൻ ഫദ്ലി. അവർക്കൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയതാണ് അള്ളാഹുവാണ്. ആ അള്ളാഹുവോട് നിങ്ങൾ ചോദിച്ചോളി. നിങ്ങൾക്ക് കൂടുതൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവോട് ചോദിച്ചോളൂ. കാരണം അള്ളാഹുവാണ് അവർക്കൊക്കെ നൽകിയത്. ആ അഭിവൃദ്ധിക്ക് വേണ്ടി അവരോട് ചോദിക്കുക എന്നല്ലാതെ മറ്റുള്ളവരുടെ ആഗ്രഹിക്കുമ്പോഴും ചെയ്യരുത് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഒന്നുകൂടി ചേർത്തു, ഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമ. എല്ലാത്തിനെക്കുറിച്ചും, എല്ലാവരെക്കുറിച്ചും, എല്ലാ അവസ്ഥകളെക്കുറിച്ചും, എല്ലാ സാഹചര്യങ്ങളെക്കുറിച്ചും ഇപ്പോഴും നന്നായി അറിയുന്നവനാണ് പടച്ചവൻ എന്ന ബോധം ഉണ്ടാവണം. ആലോചിക്കുക. അപ്പോൾ ആ രംഗത്തൊക്കെ പറയേണ്ട കാര്യങ്ങൾ ആ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു വെച്ചെന്താ അറിയോ? വലികുല്ലിൻ ജഅൽനാ മവാലിയ മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബ്. മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളുമൊക്കെ വിട്ടേച്ചു പോകുന്ന സമ്പത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുന്ന ആളുകളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്. ഇത് മറ്റൊരു ഭാഗത്ത് ഖുർആൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഏതൊരു മനുഷ്യനും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, ലിരിജാലി നസീബ് മിമ്മാ തറക്കൽ വാലിദാൻ വൽ അഖ്റബൂൻ വലിന്നിസാഇ നസീബ് മിമ്മാ തറക്കൽ വാലിദാൻ വൽ, അങ്ങനെ ഖുർആൻ എടുത്ത് പറഞ്ഞാണ്. മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോകുന്നതിൽ ആണിനും പെണ്ണിനുമൊക്കെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഓഹരിയുണ്ട്. ഈ ഓഹരിയെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നതിൻ്റെ അടുത്ത ഭാഗം എന്താ അറിയോ? സമ്പത്ത് ഓഹരി വെക്കുമ്പോൾ അത് കാണാനും കേൾക്കാനൊക്കെ വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും.
അതിൽ അനാഥരുണ്ടാവും, അഗതികളുണ്ടാവും, പ്രയാസപ്പെടുന്നവർ. അവരെപ്പോലും ഈ സമ്പത്ത് ഓഹരി വെക്കുന്നതിൽ നിങ്ങൾ വിട്ടുപോകരുത്. അവരെ കൂടി പരിഗണിക്കണം. ആരെ? കണ്ടു നിൽക്കാൻ വന്നിരിക്കുന്ന അനാഥരെയും അഗതികളെയും. എങ്കിൽ സ്വന്തം വീട്ടിനകത്തുള്ള അഗതികളുടെ അവസ്ഥ എന്തായിരിക്കും? അനാഥരുടെ ഒരു ഭാഗം എന്താ അറിയോ? വൽയഖ്ശല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുർരിയത്തൻ ളാഫൻ ഖാഫു അലൈഹിം ഫൽയത്തഖുല്ലാഹ വൽയഖൂലു ഖൗലൻ സദീദ. ഈ അനാഥരെയും അഗതികളൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നേണ്ടെന്താ? നിങ്ങൾ മരണപ്പെട്ട് നിങ്ങളുടെ മക്കൾ അനാഥരായി ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നതിന് നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? അതേ സ്ഥാനത്ത് ഈ മക്കളെ കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലദീന യഅകുലൂന അംവാലൻ നാസ് അംവാലൽ യതാമ ളുൽമൻ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറ വസയുസ്ലൗന സഈറ. അനാഥരുടെ സമ്പത്ത് അപഹരിക്കുന്ന, അത് ഉപയോഗപ്പെടുന്ന ആളുകൾ അവരുടെ വയറ്റിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുന്ന നരകത്തീയാണ്. അവർ ആ കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ കടന്ന് എരിയുക തന്നെ ചെയ്യും എന്നാണ് ചേർത്ത് വെച്ചത്. ഞാൻ ഇതിവിടെ പറയാൻ കാരണം, ഇന്ന് അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധമുണ്ട് ആളുകൾക്ക്, നല്ല വിവരമുണ്ട്. ഒരുപാട് ചോദ്യങ്ങളുമൊക്കെ പല ഭാഗത്തുനിന്നും ഉയർന്നു വരുമ്പോൾ അതിന് മറുപടി പറയാനെങ്കിലും പലതും പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും പഠിക്കേണ്ടതുള്ള അടിസ്ഥാനപരമായിരിക്കുന്നൊരു വിഷയമുണ്ട്. എന്താ? വീട്ടിനകത്തുള്ള അനാഥര്, വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോകുമ്പോൾ എല്ലാത്തിനും ഒന്നുമല്ലാതായി പോകുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. ഈ ആളുകളെക്കുറിച്ചൊക്കെ ഖുർആൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനൊരു ഭാഗമാണ് മാതാവോ പിതാവോ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചു പോകുന്ന മക്കളുടെ കാര്യം, ആ മക്കളുടെ കാര്യം, അവരുടെ പൗത്രിമാരുടെ കാര്യം. നേർക്കുനേരെ നമ്മൾ അളവ് നോക്കുമ്പോൾ കാണില്ല. ആ കാണുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ അവർക്ക് നൽകേണ്ടത് നൽകാതെ അതുകൂടി സ്വീകരിക്കുന്നവർ എന്ന് പ്രയോഗിച്ചെന്താ? അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന അനാഥരെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ആ അനാഥർക്ക് കൂടി അവകാശപ്പെട്ടിരിക്കുന്ന അനന്തര സ്വത്ത് വാരിക്കൂട്ടി തിന്നുകയാണ്. അനാഥർക്ക് കൂടി അവകാശം. ഏതനാഥര്? അവനവൻ്റെ വീട്ടിലുള്ള ജ്യേഷ്ഠൻ്റെ മക്കള്, അനുജൻ്റെ മക്കള്, സഹോദരിയുടെ മക്കള്. ആ മക്കൾക്ക് അവകാശപ്പെട്ട് കൊടുത്തില്ല. എന്താ കൊടുക്കാതിരിക്കാൻ കാരണം? ഈ അളവ് നോക്കുമ്പോൾ കണ്ടിട്ടില്ല. എന്നാൽ പിതാവ് മരണപ്പെട്ടു പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്തില്ല? വസിയത്ത് ചെയ്തിട്ടില്ല. വസിയത്ത് ചെയ്യാൻ മാതാപിതാക്കൾ മറന്നു പോവുകയോ അറിവില്ലാത്തത് കൊണ്ട്, ധാരണയില്ലാത്തത് കൊണ്ട് ചെയ്യാതെ പോവുകയോ ചെയ്താൽ അതിനെ കടമായി പരിഗണിച്ചുകൊണ്ടെങ്കിലും, ആ പിതാവ് നിർവഹിക്കേണ്ട കടബാധ്യതയായി പരിഗണിച്ചുകൊണ്ടെങ്കിലും ഈ അനാഥ മക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാതെ ഉള്ളത് മുഴുവനും ഏറ്റെടുക്കുന്ന, ഓഹരി വെക്കുന്ന, സ്വീകരിക്കുന്ന ആളുകൾ ആലോചിക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. എന്താണ് വയറ്റിലേക്ക് നിറക്കുന്നത് എന്ന് നല്ല ധാരണ വേണം. ഇതുമാത്രമല്ല, അനന്തര സ്വത്ത് ഓഹരി വെക്കുന്നിടത്ത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ കാര്യങ്ങൾ, പക്ഷെ ഖുർആൻ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും മരണപ്പെട്ടു പോകുന്ന മുമ്പ് എന്ത് ചെയ്യണം? ഭാര്യമാർക്ക് അവർക്ക് സ്വസ്ഥമായി പ്രയാസമില്ലാതെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ ആവശ്യമായത് വസിയത്ത് ചെയ്യണം. അവർക്ക് അനന്തര സ്വത്ത് ഇല്ലാത്തത് കൊണ്ടല്ല പറഞ്ഞത്. അനന്തര സ്വത്തിൻ്റെ അവർക്ക് ചിലപ്പോൾ 4-1, 8-1 ഒക്കെ അവർക്ക് കിട്ടും. പക്ഷേ അത് മതിയാവില്ല. ആലോചിച്ച് നോക്കുക. ചില കുടുംബങ്ങളിലൊക്കെ രാജകീയമായി ജീവിക്കുന്നവരുണ്ട്. രാജകീയമായ ജീവിതമാണ്, നല്ല ജീവിതമാണ്. പക്ഷേ ഭർത്താവ് പെട്ടെന്ന് മരണപ്പെട്ടു പോയി. ആകെ സമ്പാദ്യം എന്തേ ഉള്ളൂ? നല്ലൊരു വീടുണ്ട്, അയാൾക്കൊരു ജോലി ഉള്ളതുകൊണ്ട് സുഖമായിട്ട് ജീവിച്ചിരുന്നു. ആ ജോലി പോയി. ഇനി ആ സമ്പത്ത് ഓഹരി വെക്കുകയാണ്. മക്കളുണ്ട്. ഈ സമ്പത്ത് ഓഹരി വെക്കുമ്പോൾ ഈ കുടുംബത്തിലെ റാണിയെപ്പോലെ ജീവിച്ചിരിക്കുന്ന ആ സഹോദരിക്ക് എന്ത് കിട്ടും? പരമാവധി പോയാൽ ഒരു ബെഡ്റൂം കിട്ടിയേക്കും. അതുണ്ടാവുക. ബാക്കിയുള്ളത് കൂടി ആ മക്കൾ അവരുടെ താല്പര്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ഇവർ പുറത്താ. ഇന്നലെ വരെ രാജ്ഞിയായി ജീവിച്ചിരിക്കുന്നവൾ ഇന്ന് ഭിക്ഷക്കാരിയായി മാറുന്ന അവസ്ഥയിലേക്ക് പോകും. ഇതൊക്കെ മുൻകൂട്ടി കണ്ടാല്ല പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി വല്ലതുമൊക്കെ എഴുതി വെക്കണം, അല്ലെങ്കിൽ പറഞ്ഞു വെക്കണം. വസിയത്ത് ചെയ്യണം. വീട്ടിൽ, കുടുംബത്തിൽ മാതാപിതാക്കളോ മക്കളോ ഒക്കെ തന്നെ ഉണ്ടാവുമല്ലോ. അവരൊക്കെ അനന്തരാവകാശികളാണ്. എങ്കിൽ പോലും അവരിലും എല്ലാവരും ഒരേപോലെ ആവില്ല. 5 മക്കളുണ്ടെങ്കിൽ 5 മക്കൾ ഒരേപോലെ ആവണമെന്നില്ല. അതിൽ നമ്മുടെ പ്രത്യേക കെയർ വേണ്ടവരുണ്ടാവും, പ്രത്യേക ശ്രദ്ധ വേണ്ടവരുണ്ടാവും. ആ വേണ്ടവർക്ക് വേണ്ടി അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അവർക്കും വസിയത്തിനെ കുറിച്ച് ഖുർആൻ എടുത്ത് പറഞ്ഞത്. നമുക്ക് അതിനെ എന്തുകൊണ്ടും നിരാകരിക്കാൻ കഴിയില്ല. ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ വീടകങ്ങളിൽ തന്നെ ഉള്ള ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പോലും
അർഹതപ്പെട്ട ആളുകളെ കാണാതെ കേൾക്കാതെ അറിയാതെ അവരുടെ അവകാശപ്പെട്ടത് സ്വന്തമായി നാം ഏറ്റെടുക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. ഞാൻ കച്ചവടത്തിലെയും കൃഷിയിലെയും മറ്റ് വ്യവഹാരങ്ങളിലെയും മറ്റു മേഖലകളിലേക്ക് കടന്നു പോകാതിരിക്കുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. ഒറ്റവാദം കൂടി ചേർത്ത് പറയുന്നു. കച്ചവടം അള്ളാഹു ബർക്കത്ത് നൽകിയിരിക്കുന്ന കാര്യമാണ്. അതിൽ ബർക്കത്തുണ്ട്. അതുകൊണ്ടാണ് അത് ഹലാലാക്കിയത്. പലിശ ഹറാമാക്കിയത് കൊണ്ട് തന്നെയാണ്. എന്നാൽ ആ കച്ചവടത്തിലൂടെ അനുഗ്രഹീതമായിരിക്കുന്ന സമ്പത്ത് ഉണ്ടാക്കുമ്പോൾ തന്നെ അത് മറ്റൊരാളെ പ്രയാസപ്പെടുത്തിയോ മറ്റൊരാളെ ചതിച്ചോ വഞ്ചിച്ചോ അയാളെ പറ്റിച്ചോ ആവരുത്. നമ്മൾ ആളുകൾക്ക് നൽകുന്നത് എന്താണെങ്കിലും അത് ഏറ്റവും മികച്ചവും നല്ലതുമായിരിക്കണം എന്നതുകൂടി അതിൻ്റെ കൂടെ നമ്മൾ ആലോചിക്കുന്നുണ്ടോ? നമ്മൾ സക്കാത്തും സ്വതക്കും കൊടുക്കുമ്പോൾ വരെ എന്ത് ചെയ്യണം? നല്ലത് നിർത്തി കൊടുക്കാനാണ് പറഞ്ഞത്. നല്ലത് നിർത്തി കൊടുക്കാനാണ് പറഞ്ഞത്. നല്ലത്, വിശിഷ്ടമായത്. അങ്ങനെയെങ്കിൽ ഇങ്ങോട്ട് പണം വാങ്ങിയിട്ട് അങ്ങോട്ട് കൊടുക്കുന്നത് എന്തായിരിക്കണം? അങ്ങനെ ഓരോ മേഖലകളിലും ഇന്ന് സാമ്പത്തിക രംഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, ഒന്ന് കണ്ണടക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് പണമുണ്ടാക്കാവുന്ന ഏറെയേറെ മാർഗങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വഴികളും ഇപ്പോൾ പല മേഖലകൾ നേരത്തെ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് കുറച്ച് സൂചനകൾ പറഞ്ഞു തരും കേട്ടു. റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണെങ്കിലും ഈ സ്വർണവും വെള്ളിയും പോലെയുള്ള അങ്ങനെയുള്ള കച്ചവട മേഖലയിലാണെങ്കിലും അങ്ങനെ പല ഏരിയകളിൽ പല നിലക്കും വരുമാനമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരുപാട് മാർഗ്ഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒറ്റ കാര്യം ആലോചിക്കണം. പലരും നമ്മുടെ മുമ്പിൽ വെക്കുന്ന വാഗ്ദാനങ്ങളുണ്ടല്ലോ. നിങ്ങളുടെ തൽക്കാലം ചെറിയൊരു പൈസ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, അത് അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത കൊല്ലമാകുമ്പോഴേക്ക് ഇരട്ടിയായി നിങ്ങളുടെ കൈ തിരിച്ചെത്തും എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ മുടക്കിയിട്ടാണല്ലോ അല്ലേ എന്ന് കരുതി അതിൻ്റെ പിന്നാലെ ഓടുന്ന ആളുകൾ അപകടങ്ങൾ ചെന്ന് ചാടുക മാത്രമല്ല, അപകടത്തിലൊന്നും പെടാതെ രക്ഷപ്പെട്ടാലും അതിനേക്കാൾ വലിയ അപകടത്തിലേക്ക്, നരകത്തിലേക്ക് ചെന്ന് ചാടേണ്ടി വരിക എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക രംഗത്തെ ശരിയായ നൈതികത പാലിച്ച് മറ്റൊരാൾക്കും അവകാശപ്പെട്ട യാതൊന്നും എൻ്റെ സമ്പാദ്യത്തിലില്ല, എൻ്റെ പോക്കറ്റിലില്ല, എൻ്റെ അക്കൗണ്ടിലില്ല എന്നുറപ്പുവരുത്തി ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ മക്കളോട് വന്നു പോലും ചോദിച്ചാൽ കൊടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള യാതൊരു ഇടപാടുകളുമില്ല എന്നുറപ്പുവരുത്തി സംശുദ്ധമായ സമാധാനപരമായിരിക്കുന്ന ഒരു ജീവിതം കാഴ്ചവെക്കാൻ ഈ രംഗത്ത് പ്രത്യേകിച്ച് സാധ്യമാകണം എന്ന് മാത്രം സൂചിപ്പിച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.